ഉക്കാൽ എന്ന നമ്മുടെ ഈ മനോഹരമായ 2 ദിവസം നീണ്ടുനിന്ന പൈതൃകങ്ങളെ കുറിച്ചുള്ള മനോഹരമായ സെഷനുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് അവസാനമായി ഈ ഒരു സെഷനോടുകൂടെ നമ്മൾ പിരിയുകയാണ്. അല്ലാഹു 2 ദിവസം നീണ്ടു നിന്ന ഉക്കാലിൻ്റെ എല്ലാ സെഷനുകളിലും നമുക്ക് ലഭിച്ച അറിവുകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സിറാജുൽ ഹുദ എന്ന ഈ മനോഹരമായ സ്ഥാപനത്തിൻ്റെ ആദ്യകാലം മുതൽ ഈ കാലഘട്ടം വരെ നമ്മിൽ നിന്ന് സ്ഥാപനത്തിൻ്റെ സ്ഥാപകരിൽപ്പെട്ടവരും സ്ഥാപനത്തിൽ സേവനം ചെയ്തവരും സ്ഥാപനത്തിൽ പഠിച്ചവരുമായ ഒരുപാട് ആളുകൾ, ഉസ്താദുമാരും മുത്താലിമീങ്ങളും സ്റ്റാഫ് അംഗങ്ങളിലും പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഖബറുകളിൽ വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വേദനകളുമില്ലാതെ ജീവിതാവസാനം വരെ നമ്മളടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് അറിവ് കൈമാറാൻ അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ബഹുന്ദരായ പേരോട് ഉസ്താദുകൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളിനി ഹിസ്റ്റോറിക്കൽ റിതം എന്നാണ് ഈ ഒരുമിച്ച് കൂടലിന് പേര് വെച്ചിട്ടുള്ളത്. എന്തായാലും റിതം ഉണ്ടാവും, ഹിസ്റ്ററി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പള്ളിയിൽ പുതിയൊരു മിമ്പർ വരികയാണ്. പുതിയ സാധനം നമ്മുടെ വീടുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ വരുമ്പോൾ ഓൾറെഡി ആ പുതിയ വസ്തു കൊണ്ട് ഉണ്ടാകുന്ന ഉപകാരം അത്ര കാലം നിർവഹിച്ചിരുന്ന ആ പഴയ വസ്തുവിന് അത് വർക്കിംഗ് ഉള്ളതാണെങ്കിൽ വർക്കിംഗ് ഇല്ലാത്തതാണെങ്കിലും പുതിയൊരു സാധനം വരുമ്പോൾ ആ പഴയതൊന്ന് മൂലക്ക് വെക്കാറുണ്ട്. ഉദാഹരണത്തിന് പുതിയ ഒരു കസേര നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന കസേര അതിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിലും പുതിയത് വന്ന സ്ഥിതിക്ക് പഴയതിനൊന്ന് മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രകാലം ഉപയോഗിച്ചിരുന്ന മിമ്പർ മദീന പള്ളിയുടെ മൂലയിലേക്കൊന്ന് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. കാരണം പുതിയ മിമ്പർ വന്നു എന്നതുകൊണ്ട്. പഴയത് മിമ്പർ എന്ന് പറയാനൊന്നുമില്ല. അന്ന് മദീനത്തുണ്ടായിരുന്ന ഒരു ഈന്തപ്പന തടിക്കഷ്ണം അവിടെ വെച്ചതായിരുന്നു. അങ്ങനെ പുതിയ മിമ്പർ വന്നിട്ടുള്ള ആദ്യ വെള്ളിയാഴ്ച മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി പുതിയ മിമ്പറിലേക്ക് കാലെടുത്ത് വെച്ചതും മദീന പള്ളിയുടെ മൂലയിൽ നിന്നൊരു തേങ്ങൽ ഇങ്ങനെ കേൾക്കുക, ഒരു തേങ്ങിക്കരച്ചിൽ. ആദ്യമൊക്കെ സൗണ്ട് ഇങ്ങനെ ഒരു മിതമായ സൗണ്ടായിരുന്നു. പിന്നെ സൗണ്ട് ഇങ്ങനെ കൂടി വന്നു. അത് മദീന പള്ളിയുടെ അകത്തളം മുഴുവൻ അലയൊലി കൊണ്ടു. അങ്ങനെ ഈ കരച്ചിൽ കേട്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ മിമ്പറിൽ കയറി ഖുതുബ ആരംഭിക്കാതെ പഴയ മിമ്പറിന്റെ അടുക്കിലേക്ക് വന്നു. അങ്ങനെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വഹാബത്തും ഈ പഴയ മിമ്പറിന്റെ ചുറ്റും തടിച്ചുകൂടി. അപ്പോ കരയുന്നത്, എല്ലാ ആഴ്ചയിലെയും വെള്ളിയാഴ്ച ദിവസമാകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാറുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസമായാൽ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
എൻ്റെ മേലെ ചവിട്ടി ഖുതുബ ആരംഭിച്ചാൽ എൻ്റെ ഹബീബിനെ കെട്ടിപ്പിടിച്ച് ചേർന്ന് കിടന്ന് ചുംബിച്ച് കിടക്കാനുള്ള ഭാഗ്യം എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് ലഭിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഹബീബ് ഖുതുബ ആരംഭിച്ചാൽ അത് അവസാനിക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഹബീബ് ഖുതുബ അവസാനിപ്പിച്ച് മിമ്പറിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമെങ്കിലും അടുത്ത വെള്ളിയാഴ്ച ഇനിയും വരുമല്ലോ എന്ന പ്രതീക്ഷ നൽകിക്കൊണ്ടായിരുന്നു എൻ്റെ ഹബീബ് ഓരോ വെള്ളിയാഴ്ചയും എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകാറുണ്ടായിരുന്നത്. പക്ഷേ മദീന പള്ളിയിൽ പുതിയ മിമ്പർ വന്നിരിക്കുന്നു. എൻ്റെ ഇടം മദീന പള്ളിയുടെ മൂലയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് എൻ്റെ ഹബീബിൻ്റെ സ്പർശനം ഏൽക്കാനുള്ള ഭാഗ്യമില്ലല്ലോ എന്ന വിഷമത്തിലാണ് മിമ്പർ കരയുന്നത്. ആ മിമ്പർ മുത്ത് റസൂലുള്ളാഹി, ആ മിമ്പറിനോട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നീ പേടിക്കണ്ട, നീ കരയണ്ട, നീ നാളെ എൻ്റെ കൂടെ ജന്നാത്തുൻ നഈമിലുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിനോട് പറഞ്ഞ ആ വാക്ക് ലോകത്ത് ഖിയാമത്ത് നാള് വരെ വരുന്ന മനുഷ്യന്മാർക്ക് വല്ലാത്തൊരു പ്രതീക്ഷയുണ്ടാവാക്കി. ആ നിർജീവമായ മരക്കഷ്ണത്തോട്, ചലനശേഷിയില്ലാത്ത ആ വസ്തുവിനോട് നീ സ്വർഗത്തിലുണ്ട് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലേക്ക് പിറവി കൊണ്ട ഉടനെ ആ ലേബർ റൂമിന്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരു ഉപ്പയുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വെല്ലിപ്പയുടെ നാവിൽ നിന്ന് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം കേട്ട് ജനിച്ച സെക്കൻഡുകൾക്കുള്ളിൽ ആദ്യമായി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം കേട്ടതു മുതൽ ഈ സമയം വരെ ഓരോ നിമിഷങ്ങളിലായി 5 വക്ത് നിസ്കാരങ്ങളിലും ഒരു സദസ്സ് കൂടുമ്പോഴും പിരിയുമ്പോഴും എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാ സമയങ്ങളിലും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കാനും പഠിക്കാനും അറിയാനും പറയാനും അള്ളാഹു ഒരുപാട് അവസരങ്ങൾ നൽകിയ നമ്മൾ ഒന്ന് ആത്മാർത്ഥമായി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് അറിഞ്ഞാൽ അത് മതിയാകും. മിമ്പറിനോട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളും എൻ്റെ കൂടെയുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോടും പറയാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിനോട് പറഞ്ഞ ആ വാക്കിനെ കേന്ദ്രീകരിച്ചുള്ള വരികളാണ് നമ്മൾ ആദ്യമായി ചൊല്ലുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങല് മാറ്റിയതോർത്തു കരയും പാപിനാനാണേ. പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങല് മാറ്റിയതോർത്തു കരയും പാപിനാനാണേ. കല്ലിനും മണ്ണിനും ആ ഭാഗ്യമുണ്ടെങ്കിൽ ആടിനും മാടിനും ആ കനിവുണ്ടായെങ്കിൽ
എല്ലാം കടന്ന് റബ്ബിൻ മുന്നിൽ മുത്ത് റസൂൽ ആ പാദം കണ്ട് റബ്ബിന്റെ അരുള് അഷ്റഫുൽ ഖൽഖാൻ നബി സല്ലു അലൈഹി വആലിഹി യാ മുസ്തഫ യാ മുർതള യാ മുജ്തബ ഖൈറുൽ വറാ യാ മുസ്തഫ യാ മുർതള യാ മുജ്തബ ഖൈറുൽ വറാ പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങല് മാറ്റിയ തോർത്തു കരയും പാപിനാനാണ് കല്ലിനും മണ്ണിനും ആ ഭാഗ്യമുണ്ടെങ്കിൽ ആടിനും മാടിനും ആ കനിവുണ്ടായെങ്കിൽ കല്ലിനും മണ്ണിനും ആ ഭാഗ്യമുണ്ടെങ്കിൽ ആടിനും മാടിനും ആ കനിവുണ്ടായെങ്കിൽ ഉമ്മത്തിയെ തട്ടൂല നൂറ് ഉമ്മത്തിയെ തട്ടൂല നൂറ് യാ നബി യാ നബി യാ നബി തുരഹം കേ യാ നബി യാ നബി യാ മൗലാ തു ഫസൽ കേ യാ മുസ്തഫ യാ മുർതള യാ മുജ്തബ ഖൈറുൽ വറാ യാ മുസ്തഫ യാ മുർതള യാ മുജ്തബ ഖൈറുൽ വറാ ബലഗൽ ഉലാ ബികമാലിഹി കശഫ തുജാ ബിജമാലിഹി ഹസുനത് ജമീഉ ഖിസാലിഹി സല്ലു അലൈഹി വആലിഹി സല്ലു അലൈഹി വആലിഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച കാരണത്താൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഈ ലോകത്ത് നിന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച കാരണം കൊണ്ട് ജീവൻ വരെ നഷ്ടമായ സ്വഹാബത്തിന്റെ കഠിന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട്, പരിശുദ്ധ ദീൻ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ടപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രു സമൂഹം പറയാണ്, ആ കഴുത്തിൽ കയറിങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുമ്പോ, ഖുബൈബേ, അങ്ങേക്ക് ഞങ്ങളൊരു അവസാനത്തെ ഒരു ഓഫർ നൽകുകയാണ്. ഈ മുറുക്കിക്കൊണ്ടിരിക്കുന്ന കയറിനുള്ളിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നുവെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ ഈ നിമിഷം നിങ്ങളുടെ വധശിക്ഷ ഞങ്ങൾ ക്യാൻസൽ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ കഴുമരത്തിൽ കിടന്നുകൊണ്ട് എന്റെ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട മീനിയിൽ മുള്ളുകൊണ്ടൊരു സ്ക്രാച്ച് വീഴുന്നത് പോലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്തിന്റെ കഥകൾ. ശരീരത്തിലെ വസ്ത്രം മുഴുവൻ അഴിച്ചു മാറ്റപ്പെട്ട് ചുട്ടുപഴുത്ത അണലിൽ കിടക്കുമ്പോ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയോട്
അവര് പറയാണ്, നീ വിശ്വസിച്ച, അങ്ങ് വിശ്വസിച്ച മതത്തിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ വിശ്വാസത്തിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞാൽ ഈ നിമിഷം ഈ ശിക്ഷ ക്യാൻസൽ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ശരീര ഭാഗങ്ങളിലേക്ക് കുന്തങ്ങൾ കൊണ്ട് കുത്തിയിറക്കപ്പെടുമ്പോ ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ധീര സ്വഹാബത്തിന്റെ കഥകളാണ് ഇനി നമ്മൾ പറയുന്നത്. സ്നേഹലോകം കേൾക്കണേ, അനുരാഗകാലം അറിയണേ, അത് നൂറിൻ ജീവിത കാലമേ. സ്നേഹലോകം കേൾക്കണേ, അനുരാഗകാലം അറിയണേ, അത് നൂറിൻ ജീവിത കാലമേ. യാ നബി നബി യാ നബി നബി യാ നബി നബി യാ നബി. തിളച്ച് പതക്കുന്ന മണലില് കിടത്തി മേനിയിൽ തുളയ്ക്കുമ്പോൾ സുമയ്യ ബീവി പറഞ്ഞത് പ്രിയ ഹബീബിനു വേണ്ടിയാ. കഴുത്തിൽ തൂക്കുകയറില് പിടയും നേരം ഹുബൈബര് ചിരിച്ചതെന്റെ ഹബീബിലായ ജീവൻ നൽകണ ഫറഹില. ഉരുകി ഉരുകി ഖദീജ ഉമ്മ വെളിച്ചമായി ഹബീബിന്. സ്നേഹ ജീവിതമെന്ന വാക്കിൻ അർത്ഥമായവർ ഭൂവില്. അവർക്ക് വേണ്ടത് സ്നേഹമാ, അവരെ ലോകം ഹബീബരാ. അവർക്ക് നൂറിനെ ജീവനാ. യാ നബി നബി യാ നബി നബി യാ നബി നബി യാ നബി. കരള് പിടയുന്ന കാഴ്ചകൾ, മനസ്സ് നീറും ഓർമ്മകൾ, സഹന പർവം താണ്ടി മുത്തിനെ തോളിലേന്തി സിദ്ദീഖവർ. ഇരുളിൽ ഭീകരവാറില് വിഷം തീണ്ടിയ നോവില് ലോക നേതാവിന് മടിയിൽ നിദ്ര നൽകിയ സ്വാദിഖ്. ഉരുകി ഉരുകി ഖദീജ ഉമ്മ വെളിച്ചമായി ഹബീബിന്. സ്നേഹ ജീവിതമെന്ന വാക്കിൻ അർത്ഥമായവർ ഭൂവില്. അവർക്ക് വേണ്ടത് സ്നേഹമാ, അവരെ ലോകം ഹബീബരാ. അവർക്ക് നൂറിനെ ജീവനാ. യാ നബി നബി യാ നബി നബി യാ നബി നബി യാ നബി. തീക്ഷ്ണമായ അനുരാഗമാ, തികഞ്ഞ സഹനം സ്വഹാബിന. തീക്കടൽ തിരമാല വന്നാലും അടങ്ങാ സ്നേഹമാ. കരഞ്ഞതവർ ഹബീബിന, ചിരിച്ചതോ തിരുമുന്നില. കരഞ്ഞു കണ്ണീരാൽ മദീന നനഞ്ഞതാവിട വാങ്ങല. നൂറിൻ സ്പർശനമേറ്റതെല്ലാം വാരിപ്പുണർന്നു സഹാബര്. ആ തിരൂപതൻ കണ്ടതെല്ലാം
നബി യാ നബി സ്നേഹലോകം കേൾക്കണേ അനുരാഗകാലം അറിയണേ അത് നൂറിൻ ജീവിത കാലമേ സ്നേഹലോകം കേൾക്കണേ അനുരാഗകാലം അറിയണേ അത് നൂറിൻ ജീവിത കാലമേ യാ നബി നബി യാ നബി നബി യാ നബി നബി യാ നബി മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സംസാരശേഷിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന്. അള്ളാഹു എൻ്റെ ഹൃദയം വിശാലമാക്കി തരണം, എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹാരം കാണിച്ചു തരണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അള്ളാഹു അതിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ദഅവത്തിന് മനോഹരമായ ഒരു പരിഹാരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതകാലത്ത് തന്നെ അള്ളാഹു നൽകുകയുണ്ടായി. എന്നാൽ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന ആയത്തിലെ അതേ വാക്കുകൾ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു ഇടത്ത് കാണാൻ കഴിയും. അതിങ്ങനെയാണ്, അലം നശ്റഹ് ലക സദ്റക് റബ്ബിശ്റഹ് ലി സ്വദ്രി എന്നുള്ളത് അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ പടച്ചറബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, അവിടെ മൂസാ നബി അള്ളാഹു എൻ്റെ ഹൃദയം വിശാലമാക്കി തരണേ എന്നുള്ളത് ഇവിടെ അള്ളാഹു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഓ ഹബീബായവരെ, അങ്ങയുടെ ഹൃദയം ഞാൻ വിശാലമാക്കി നൽകിയിട്ടില്ലയോ? നമ്മൾ കുട്ടികളൊക്കെ കരയുമ്പോൾ ചോക്ലേറ്റ് വാങ്ങി തന്നില്ലേനോ, അല്ലെങ്കിൽ കളിപ്പാട്ടം ഒക്കെ വാങ്ങി തന്നിട്ടില്ലേനോ, പിന്നെന്തിനാ നിങ്ങൾ വിഷമിക്കണത് എന്ന് നമ്മൾ ആശ്വസിപ്പിക്കാറുണ്ട്. അതുപോലെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലം നശ്റഹ് ലക സദ്റക് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ആശ്വസിപ്പിക്കുന്നതായി വിശുദ്ധ ഖുർആനിൽ കാണാം. ആ വരികൾ ഉൾക്കൊള്ളുന്ന ഒരു ആലാപനത്തിലേക്ക് പോകുന്നു. അല്ലാഹു ഖബൂലായി മാറാകട്ടെ. നന്മ കൊണ്ടുലകം ഭരിച്ചൊരു രാജാവുണ്ടായിരുന്നു, ഭൂമിയിൽ ആ കാലമാകെ സ്വർഗമായിരുന്നു. നന്മ കൊണ്ടുലകം ഭരിച്ചൊരു രാജാവുണ്ടായിരുന്നു, ഭൂമിയിൽ ആ കാലമാകെ സ്വർഗമായിരുന്നു. ലോകത്താകെ ഹൃദയങ്ങളിലെ സാമ്രാജ്യത്തിലെ രാജാവ്, നന്മ കൊണ്ടുലകം ഭരിച്ചൊരു രാജാവുണ്ടായിരുന്നു, ഭൂമിയിൽ ആ കാലമാകെ സ്വർഗമായിരുന്നു. ആറുദിനം കൊണ്ടീയുലകം നാഥനെന്ന് പടക്കും മുമ്പാ ഒളിവുണ്ട്. ആദ്യ പിതാവ് ആദമരെ കൂടെ മണ്ണിതിലേക്ക് വരവുണ്ട്. ആറുദിനം കൊണ്ടീയുലകം നാഥനെന്ന് പടക്കും മുമ്പാ ഒളിവുണ്ട്. ആദ്യ പിതാവ് ആദമരെ കൂടെ മണ്ണിതിലേക്ക് വരവുണ്ട്. ഇബ്രാഹിം നബിയോർക്ക് തീജ്വാലയിൽ തണുപ്പേകി, നൂഹോട്ടിയ നൗ
നന്മ കൊണ്ടുലകം ഭരിച്ചൊരു രാജാവുണ്ടായിരുന്നു. ഭൂമിയിൽ ആ കാലമാകെ സ്വർഗമായിരുന്നു. വേദനയിൽ നബി മൂസ തേടി റബ്ബി റബ്ബി ഇശ്റഹ് ലി സദ്റെന്ന്. അലം നശ്റ ലക സദ്റ സ്നേഹവാക്കുകൾ പെയ്തു മുത്ത് നബി മുന്നിൽ. വേദനയിൽ നബി മൂസ തേടി റബ്ബി റബ്ബി ഇശ്റഹ് ലി സദ്റെന്ന്. അലം നശ്റ ലക സദ്റ സ്നേഹവാക്കുകൾ പെയ്തു മുത്ത് നബി മുന്നിൽ. മൂസ നബി അഹദോനെ കാണാൻ കൊതിയേറുമ്പോൾ കെഞ്ചി കരഞ്ഞവസാനം കലീമുള്ള സ്ഥാനം തിരുനബിയെ വരവേറ്റു മിഅ്റാജേ. അകമ്പടിയായി ജിബ്രീലും കൂടെ ബുറാഖും നൂറൊഴുകി ഉലകിൻ്റെ ഗതി മാറി. നന്മ കൊണ്ടുലകം ഭരിച്ചൊരു രാജാവുണ്ടായിരുന്നു. ഭൂമിയിൽ ആ കാലമാകെ സ്വർഗമായിരുന്നു. ലോകത്താകെ ഹൃദയങ്ങളിലെ സാമ്രാജ്യത്തിലെ രാജാവ്. നന്മ കൊണ്ടുലകം ഭരിച്ചൊരു രാജാവുണ്ടായിരുന്നു. ഭൂമിയിൽ ആ കാലമാകെ സ്വർഗമായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ 63 വർഷത്തെ ജീവിതം കഴിഞ്ഞ് ഭൗതികമായ ജീവിതം കഴിഞ്ഞ് പടച്ച റബ്ബിലേക്ക് ഒരുങ്ങി എന്ന് ലോകത്തിന് സന്ദേശം നൽകിയ ഒരു ഒരുമിച്ച് കൂടലായിരുന്നു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ഹജ്ജായ ഹജ്ജത്തുൽ വിദാ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ അറഫയിൽ വെച്ചൊരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഖിയാമത്ത് നാൾ വരെ വരുന്ന ഓരോ മനുഷ്യനും അവന്റെ ജീവിതം മുതൽ അവസാനം വരെ അവന് വേണ്ടതെല്ലാം കൈമാറുന്ന, അവൻ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഏതെല്ലാം മേഖലകളിലൂടെ അവൻ കടന്നു പോകേണ്ടതുണ്ട്, എന്തെല്ലാം അവന് ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നതെല്ലാം വളരെ മനോഹരമായി സുന്ദരമായി അവതരിപ്പിക്കുന്ന ആ അറഫ പ്രഭാഷണത്തെ കുറിച്ചുള്ള വരികളാണ് നമ്മൾ ചൊല്ലുന്നത്. എന്നിട്ട് മെല്ലെ അവസാനത്തിലേക്ക് കിടക്കും. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ലോകം സാക്ഷി കാലം സാക്ഷി അറഫ മണ്ണിൽ ജനലക്ഷം സാക്ഷി ദീന് നൽകി പൂർത്തിയാക്കി നാദനിലേക്കാ ഹബീബൊരുങ്ങി. ലോകം സാക്ഷി കാലം സാക്ഷി അറഫ മണ്ണിൽ ജനലക്ഷം സാക്ഷി ദീന് നൽകി പൂർത്തിയാക്കി നാദനിലേക്കാ ഹബീബൊരുങ്ങി. ഇടവാങ്ങൽ വാക്കുകൾ കേട്ട് വേർപാടിൻ സൂചന കണ്ട് നടുങ്ങി. ഹൃദയങ്ങൾ വിങ്ങി നിറഞ്ഞ്
വീതുമ്പി തിരുനൂറ് മടങ്ങാനൊരുങ്ങി ലോകം സാക്ഷി കാലം സാക്ഷി അറഫ മണ്ണിൽ ജനലക്ഷം സാക്ഷി ശാന്തം ആ വാക്ക് തുടർന്നു അത് ലോകം കേട്ടിരുന്നു അത് ലോകത്തിന്നും കേൾക്കുന്നു ആ ജീവിതകാലം മുഴുവൻ നമ്മൾക്കായി നൽകിയതെല്ലാം അവസാനമായി പറഞ്ഞു ശാന്തം ആ വാക്ക് തുടർന്നു അത് ലോകം കേട്ടിരുന്നു അത് ലോകത്തിന്നും കേൾക്കുന്നു ആ ജീവിതകാലം മുഴുവൻ നമ്മൾക്കായി നൽകിയതെല്ലാം അവസാനമായി പറഞ്ഞു ലോകം കണ്ട മനുഷ്യാവകാശ സമ്മേളനം മൂല്യങ്ങൾക്ക് കാവൽ തീർത്ഥ സംഗമം അറഫ ചരിത്രമായി ഹൃദയങ്ങളിലേക്കത് കേറി അറഫ ചരിത്രമായി ഹൃദയങ്ങളിലേക്കത് കേറി തീയായി തിരുനൂറ് മടങ്ങാനൊരുങ്ങി ലോകം സാക്ഷി കാലം സാക്ഷി അറഫ മണ്ണിൽ ജനലക്ഷം സാക്ഷി ദീന് നൽകി പൂർത്തിയാക്കി നാദനിലേക്കാ ഹബീബൊരുങ്ങി ഒരു പുരുഷായുസ്സിനൊടുവിൽ ഈ ലോകത്തിൻ്റെ നെറുകിൽ റബ്ബിൻ്റെ നൂറ് കത്തി നിന്നു ജീവനും ബന്ധങ്ങൾക്കും സമ്പത്തിൻ വിഹിതങ്ങൾക്കും പരമോന്നത ന്യായം പറഞ്ഞു ലോകമാകെ അറഫയിൽ ചുരുങ്ങിയ പോലെ മഹ്ശറിൽ മുൻപൊരു മഹ്ശറായി അറഫ പ്രതീക്ഷയായി ഹൃദയങ്ങളിലേക്കത് കേറി അറഫ പ്രതീക്ഷയായി ഹൃദയങ്ങളിലേക്കത് കേറി തീയായി തിരുനൂറ് മടങ്ങാനൊരുങ്ങി തിരുനൂറ് മടങ്ങാനൊരുങ്ങി ലോകം സാക്ഷി കാലം സാക്ഷി അറഫ മണ്ണിൽ ജനലക്ഷം സാക്ഷി ദീന് നൽകി പൂർത്തിയാക്കി നാദനിലേക്കാ ഹബീബൊരുങ്ങി വിടവാങ്ങൽ വാക്കുകൾ കേട്ട് ഏർപ്പാടിൻ സൂചന കണ്ട് നടുങ്ങി ഇരുൾമേഘം ഭൂമി പൊതിഞ്ഞ് ഹൃദയങ്ങൾ വിങ്ങി നിറഞ്ഞ് വീതുമ്പി തിരുനൂറ് മടങ്ങാനൊരുങ്ങി തിരുനൂറ് മടങ്ങാനൊരുങ്ങി ലോകം സാക്ഷി കാലം സാക്ഷി അറഫ മണ്ണിൽ ജനലക്ഷം സാക്ഷി ദീന് നൽകി പൂർത്തിയാക്കി നാദനിലേക്കാ ഹബീബൊരുങ്ങി ഇൻഷാ അല്ലാ നമ്മളിനി പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ഇത്ര സമയം നമ്മൾ കേട്ടതെല്ലാം അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക്, നമ്മുടെ ഗുരുവര്യർക്ക് അള്ളാഹു
ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു വലിയ സന്തോഷങ്ങൾ അള്ളാഹു നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 15,000 കോടി കിലോമീറ്ററുകൾ മുകളിലാണത്രേ സൂര്യൻ ഇപ്പോൾ നിലകൊള്ളുന്നത്. ആ സൂര്യനെ അള്ളാഹു നമ്മുടെ നെറുന്തലക്ക് മുകളിൽ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സമയം ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അന്ന് ആ ഭയാനകരമായ ആ സമയത്ത് ആ ചൂടിൽ ഉരുകിയൊലിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിയർപ്പിൽ മുങ്ങി വിഷമത്തിൽ സ്വന്തം ഉമ്മമാർക്കും മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും ഒരു മനുഷ്യനും റെക്കമെൻഡുകളോ സഹായങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഭീതിജനകമായ നമ്മുടെ ചിന്തകൾക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയാത്ത അങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ടല്ലോ എന്നുപോലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ ചിത്രങ്ങളുടെ ആ ചിന്തകളുടെ പൂർണ്ണ ചിത്രത്തിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത ഭീതിജനകമായ ആ ദിവസത്തിൽ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് തലകുനിഞ്ഞ് ബേജാറായി നിലവിളിച്ച് വിഷമിച്ച് നിൽക്കുമ്പോൾ ആ മനുഷ്യസാഗരത്തിന് മുന്നിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് വീഴുന്ന അവസാനത്തെ മനുഷ്യനെ വരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ആ മനുഷ്യസാഗരത്തിന് നടുവിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കും. ആ മനുഷ്യന്റെ മുഖത്തിന് മനുഷ്യന്റെ തലക്കുമുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ 10 മടങ്ങ് വെളിച്ചം ആ എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യന്റെ മുഖത്തിനുണ്ടാകും. ആ മനുഷ്യന്റെ പേര് ഹബീബായ റസൂലുള്ളാഹി. അത് വല്ലാത്തൊരു മനുഷ്യനാണ് എന്ന് നമുക്കറിയാം. ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അത് വല്ലാത്തൊരു മനുഷ്യനാണ് എന്ന് മാത്രം എനിക്കറിയാം. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വരി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് നമുക്കറിയാം. ആ വല്ലാത്ത മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ മനുഷ്യന്റെ കൂടെ ഒരുപാട് മനുഷ്യരും ചൂടേൽക്കാതെ വിഷമങ്ങളില്ലാതെ കാണപ്പെടും. ആ മനുഷ്യർ ചിലപ്പോൾ ഈ ഭൂമിയിൽ തെറ്റ് ചെയ്തവരായിരിക്കും. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും പടച്ച റബ്ബിനോട് കരഞ്ഞ് വിഷമിച്ച് കേണപേക്ഷിച്ച് തൗബ ചെയ്തവരായിരിക്കും. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റൂഹ് തൊണ്ടക്കുഴി എത്തുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് എന്നോട് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ, മാപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ എല്ലാം ഞാൻ സ്വീകരിക്കുമെന്ന് പടച്ച റബ്ബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ച റബ്ബിന്റെ വാക്കുകൾ നമ്മെ പലപ്പോഴായി വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെയും നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്. ആ സമയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശഫാഅത്തിന്റെ ആ മനോഹര സന്ദർഭങ്ങളെ കുറിച്ചൊക്കെയുള്ള വരികളാണ് നമ്മൾ ചൊല്ലുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. യസനമാൽ വീളിച്ചിടും യാ സയ്യിദി വ്യതകളെല്ലാം തീർക്കുയാ ഖൈറൻ നബി. വികലമാണി ജീവിതം യാ സയ്യിദി വികലമാണി ജീവിതം യാ സയ്യിദി. വഴിപിഴക്കും നേരമിൽ ഖുദ് ബിയദി. വഴിപിഴക്കും നേരമിൽ ഖുദ് ബിയദി. വ്യസനമായി വീഴിച്ചിടും
രക്ഷക പാപിയെ താഴലിടല്ലേ രക്ഷക പാപിയെ താഴലിടല്ലേ രക്ഷക കടയുകിൽ ആരുണ്ടെനിക്ക് മോചക കടയുകിൽ ആരുണ്ടെനിക്ക് മോചക സനമാൻ പീഡിച്ചിടും യാ സയ്യിദി യദകളെല്ലാം തീർക്കുയാഹേ അന്നബി ദാഹമായി ആലയൊരിക്കൽ ഞാൻ വരൂ പാനമേ ഔതാരൊരിറ്റും തരൂ ദാഹമായി ആലയൊരിക്കൽ ഞാൻ വരൂ പാനമേ ഔതാരൊരിറ്റും തരൂ തട്ടുപോയ സയ്യിദി അന്നിൽ കരം തട്ടുപോയ സയ്യിദി അന്നിൽ കരം തട്ടിയ വിഫലമാണി ജീവിതം തട്ടിയാൽ വിഫലമാണി ജീവിതം വ്യസനമാൽ പീഡിച്ചിടും യാ സയ്യിദി വ്യഥകളെല്ലാം തീർക്കുയാഹേ നബി വ്യഥകളെല്ലാം തീർക്കുയാഹേ നബി വികലമാണി ജീവിതം യാ സയ്യിദി വഴിപിഴക്കും നേരമിൽ ഹുദ് ബിയദി വഴിപിഴക്കും നേരമിൽ ഹുദ് ബിയദി സല്ലു വസല്ലിമു അലാ ഖൈരിൽ ബശർ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി